ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാൻഡ് എന്നിവ ഉൾപ്പെടുന്ന ഒരു ചതുർഭുജ സമുദ്ര സുരക്ഷാ സംരംഭമാണ് ഈ മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത്. ഈ മലാക്ക കടലിടുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നു. ഈ മലാക്ക കടലിടുക്കിൽ ചേരാനുള്ള ശ്രമം ഇന്ത്യ ഇപ്പോൾ നടത്തുകയാണ്. എന്തിനാണ് ഇവിടെ ഇന്ത്യ ചേരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൂടെയുള്ള ഒരു അയൽ സംസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള സമുദ്ര ചെക്ക് പോയിന്റുകളിൽ ഒന്നിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഏകോപിത പെട്രോളിങ്ങിൽ ഒരു പങ്കിനായിട്ടാണ് ഇന്ത്യ വാദിക്കുന്നത്. അതായത് ഇത്രയും രാജ്യങ്ങളുണ്ട്, ഈ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാൻഡ്, ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് അവിടെ പെട്രോളിംഗ് നടത്തുന്നത്. ഇപ്പോൾ ഇന്ത്യ പറയുന്നത് ഞങ്ങളും കൂടെ അതിൽ ചേരാം, കാരണം ഞങ്ങളുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് അതിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഈ മലാക്ക കടലിടുക്കിൽ ഞങ്ങൾക്കും ഒരു അവകാശം തരണം, അല്ലെങ്കിൽ ഞങ്ങളത് മേടിച്ചെടുക്കും എന്നാണ് ഇന്ത്യ പറയുന്നത്. ശക്തമായി ഇന്ത്യ വാദിച്ചിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങൾക്കും സമ്മതമാണ്. ഉദാഹരണത്തിന് തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ഈ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ഇന്ത്യ നല്ല ബന്ധത്തിലാണ്, തയ്യാറാണ്. പക്ഷേ ഇന്തോനേഷ്യ മാത്രം ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുകയാണ്. അത് ഇന്ത്യ വലിയ കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്തിനാണ് ഇന്ത്യ ഈ സമയത്ത് അവിടെ ഒരു പെട്രോളിംഗ് നടത്തണമെന്ന് പറയുന്നത്? ഈ ചൈനയും തായ്വാനും ഇടഞ്ഞു നിൽക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഇവർ തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. അങ്ങനെ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുമെന്ന് കണ്ട് അവിടേക്ക് നാറ്റോയുടെ കപ്പലുകൾ ഇപ്പോൾ എത്തുന്നുണ്ട്. ആ സൗത്ത് ചൈന സീ, അതായത് ദക്ഷിണ ചൈന കടലിൽ ഓസ്ട്രേലിയൻ ഷിപ്പുകൾ, മറ്റ് കനേഡിയൻ ഡിസ്ട്രോയറുകൾ എല്ലാം കൊണ്ടെത്തുന്നു. ഇതിനെല്ലാം പിന്നിൽ അമേരിക്കയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്ക് ഈ മലാക്ക കടലിടുക്കിൽ ഒരു ഹോൾഡ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് വലിയ ഒരു ആശ്വാസമാണത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ മറികടന്നുകൊണ്ട് വേണം അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ. ആ സമയത്ത് ഇന്ത്യക്ക് എന്തെങ്കിലും സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ് നടത്തണമെങ്കിൽ അതങ്ങനെ നടത്താനായി സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും മലായ് ദ്വീപിനും ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയ്ക്കുമിടയിലുള്ള 900 കിലോമീറ്റർ നീളമുള്ള ജലപാതയാണ് ഈ മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത്. ഈ മലാക്ക കടലിടുക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് നോക്കുകയാണെങ്കിൽ തായ്വാനെ കൃത്യമായി കാണാനായി സാധിക്കും. മലാക്ക കടലിടുക്ക് ഇവിടെയാണെങ്കിൽ തായ്വാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ ജോഗ്രഫി അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ് പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.